നമസ്കാരം. SV ജേണലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മുടെ വോട്ടെണ്ണലൊക്കെ കഴിഞ്ഞ് UDF അല്ലെങ്കിൽ കോൺഗ്രസ് അധികാരത്തിലേക്ക് കയറാൻ പോകുന്നു. എന്നാൽ ആരാവണം മുഖ്യമന്ത്രി? ഒരു 3 കസേര ഇട്ടിട്ട് അല്ല, ഒരു കസേര ഇട്ടിട്ട് 3 പേരാണ് അതിന് ചുറ്റും കിടന്ന് ഓടിക്കൊണ്ടിരിക്കുന്നത്. ആ ഓടി ഏറ്റവും ഒടുവിൽ ഹൈക്കമാൻഡ് ഒരു വിസിലടിക്കും. ആ വിസിലടിയിൽ ആർക്കാണോ ആ കസേരയിൽ ഇരിക്കാൻ അവസരം ലഭിക്കുന്നത് അയാൾ വിജയിയാകും. അല്ലാതെ വേറെ യാതൊരു മാർഗവും ഇപ്പോൾ തൽക്കാലം ഹൈക്കമാൻഡിന് മുന്നിൽ ഇല്ല എന്നുള്ളതാണ്. കാരണം കേരളത്തിലേക്ക് ഒരു വലിയ ഫ്ലൈറ്റ് പിടിച്ച് ലാൻഡ് ചെയ്ത ഒരു മനുഷ്യനാണ് KC വേണുഗോപാൽ. എന്തിനാണ് എന്ന് ചോദിച്ചാൽ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. എനിക്ക് വെറുതെ ഒന്ന് മുഖ്യമന്ത്രിയാകണം, അതല്ലാതെ വേറെ ഒരു പരിപാടിയും എന്നെ കൊണ്ട് കൂട്ടിയാൽ കൂടില്ല എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ KC വേണുഗോപാൽ എല്ലാവരുടെയും മുകളിലൂടെ ആകാശത്തിലൂടെ പറന്ന് നേരെ താഴേക്കിറങ്ങി വന്നു നിന്നുകൊണ്ട് കേരളത്തിൽ പതിയെ ചരടുവലികൾ ആരംഭിച്ചുകൊണ്ട് അങ്ങനെ ഏറ്റവും ഒടുവിൽ മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടിയുള്ള കടിപിടിയിൽ ഒന്നാമതായി നിൽക്കുന്ന ആളായി മാറി. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ മുകുൾ വാസ്നിക്കും അതോടൊപ്പം തന്നെ അജയ് മാക്കനും അടക്കമുള്ള ഒരു നിരീക്ഷകർ കേരളത്തിലേക്ക് എത്തുന്നു. കുറേ അധികം ആൾക്കാരുടെ കയ്യിൽ നിന്ന് MLA-മാരുടെ അടുക്കൽ ചെന്നിട്ട് പറഞ്ഞു, അതെ നിങ്ങൾ രഹസ്യമായി ഞങ്ങൾക്കൊന്ന് ഒപ്പിട്ട് തരണം, ആരാവണം നിങ്ങളുടെ മനസ്സിലെ മുഖ്യമന്ത്രി. അപ്പോൾ അങ്ങനെ ഒരു ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചില്ല, രഹസ്യ ലിസ്റ്റുമായി ഈ മുകുൾ വാസ്നിക്ക് പോകുന്നു. ഇപ്പോൾ തള്ളി പറഞ്ഞിട്ടുണ്ട് അത് ഒറിജിനൽ അല്ല എന്ന് പറയുന്നത്, ഫേക്കാണ് അത്രേ. ശരി, അത് നമ്മൾ വിശ്വസിക്കാം വേണമെങ്കിൽ. അപ്പോൾ ആ ലിസ്റ്റുമായി പോകുന്ന കൂട്ടത്തിൽ എല്ലാവരും എന്താ അടങ്ങുന്നു, സണ്ണി വക്കീൽ KCക്ക് പിന്തുണ കൊടുത്തിരിക്കുന്നു. ഇത്രയും കാലം പൊന്നെ പോറ്റി എന്നും പറഞ്ഞുകൊണ്ട് VD സതീശൻ്റെ മൂട് താങ്ങി നടന്ന ഒരാളാണ് ഈ സണ്ണി വക്കീൽ. അപ്പോൾ ആ സണ്ണി വക്കീലും എഴുതി കൊടുത്തിരിക്കുന്നു KC. T സിദ്ദിഖിന് വലിയ ഇഷ്ടമായിരുന്നു VD സതീശനെ, അവിടെയും പുള്ളി എഴുതി കൊടുത്തിരിക്കുന്നു KC. ഈ കഴിഞ്ഞ ദിവസം വഴി കൂടെ പോയ ഒരാളെ പിടിച്ച് കോൺഗ്രസിൽ കയറ്റുകയും അങ്ങനെ തൃക്കരിപ്പൂരി കൊണ്ടുവന്ന് സീറ്റ് കൊടുത്ത് വിജയിപ്പിക്കുകയും ചെയ്തു. ആളുടെ പേര് സന്ദീപ് വാര്യർ. നന്ദികേടിൻ്റെ പ്രതിരൂപം എന്ന് തന്നെ പറയാം, അല്ലെങ്കിൽ ആൾ രൂപം എന്ന് തന്നെ വിളിക്കാൻ കഴിയുന്ന ഒരാൾ. പുള്ളി എഴുതി കൊടുത്തു KC. അങ്ങനെ KCയുടെ ലിസ്റ്റുമായിട്ടാണ് ഇവിടുന്ന് നിരീക്ഷകർ നേരെ മല്ലികാർജുന ഖാർഗെയെ കാണാനായിട്ട് പോയി. വലിയ കാര്യമൊന്നുമില്ല, ഖാർഗെ കണ്ടിട്ടോ. വേറൊരു കാര്യം, ഇവരെല്ലാം കൂടി എന്തിനായിരിക്കാം ഏകദേശം 60 MLA-മാരുള്ളതിനകത്ത് 47ഓളം വരുന്ന MLA-മാർ എന്തിനാണ് KC വേണുഗോപാലിൻ്റെ മുണ്ടിൻ്റെ കോന്തല പിടിച്ചു കൊടുക്കുന്നതെന്നാണ് നമ്മുടെ സംശയം. വേറെ ഒന്നുമല്ല, ഇവർക്കൊക്കെ കാര്യം ഇനിയിപ്പോൾ 2029 കഴിഞ്ഞാൽ ഉടൻ തന്നെ ഒരു 3 വർഷം കൊണ്ട് കഴിഞ്ഞാൽ അടുത്ത തെരഞ്ഞെടുപ്പിൻ്റെ കേളി കൊട്ട് കേട്ടു തുടങ്ങും. നമുക്കെല്ലാവർക്കും അറിയാം. ഇത് കഴിഞ്ഞാൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ഒരു 30 പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരും. അത് അല്ലെങ്കിൽ പിന്നെ 29 ആയി കഴിയുമ്പോഴേക്ക് നമുക്കറിയാം ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരും. 30 പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരും. 31 അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പും വരും. അപ്പോൾ ഈ പറയുന്ന സർക്കാർ ഇതോടുകൂടി കഴിഞ്ഞു പോവും. അത് കഴിഞ്ഞും ബാക്കിയുള്ള നേതാക്കന്മാർക്ക് നിലനിൽപ്പ് വേണം, സീറ്റുകൾ വേണം, ലോക്സഭാ സീറ്റും വേണം, അതോടൊപ്പം തന്നെ പഞ്ചായത്തിൽ അവരുടെ നോമിനികൾക്ക് സീറ്റ് വേണം എന്ന് വേണ്ട കണ്ടമാനം സീറ്റ് ആവശ്യമായി വരും. ഈ സമയത്ത് VD സതീശൻ എന്ന് പറഞ്ഞ കേരളം വന്ന ഇട്ടാവട്ടത്തിൽ കിടന്ന് കളിക്കുന്ന VD സതീശനെ ഇനി പിന്തുണച്ചിട്ട് എന്ത് കാര്യം? അങ്ങനെ പിന്തുണയ്ക്കുന്നെങ്കിൽ അങ്ങ് മേളി ഡൽഹി വരെ പിടിയുള്ള ഒരാളെ തന്നെ വേണം. അങ്ങനെ KC വേണുഗോപാലിനെ പിന്തുണയ്ക്കുന്നു, അല്ല വേറൊന്നുമല്ല. പിന്നെന്തെങ്കിലും അവിടെ നിന്ന് ഫണ്ട് ഇറക്കുമതി വല്ലതും ഉണ്ടെങ്കിൽ ഈ KCയെ പിന്തുണയ്ക്കുന്നത് കൊണ്ട് എന്തെങ്കിലും നക്കാപ്പിച്ച വീണ് കിട്ടുവാണെങ്കിൽ അതും മേടിച്ച് കീശയിൽ വെച്ചുകൊണ്ട് പോകണം. ഇത് മാത്രമാണ് തൽക്കാലത്തേക്ക് ഇപ്പോൾ ഈ പിന്തുണയ്ക്കുന്ന MLA-മാരുടെ ലക്ഷ്യം. വരും കാലങ്ങളിൽ നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകൾ, അതോടൊപ്പം തന്നെ എന്തെങ്കിലും നക്കാപ്പിച്ച കിട്ടുവാണെങ്കിൽ അതും. ഇത് രണ്ടെണ്ണമാണ് അവരുടെ പ്രതീക്ഷ. അതുകൊണ്ട് തൽക്കാലം ഈ VD സതീശനെ താങ്ങി നിന്നിട്ട് എന്തോ കാര്യം? VD സതീശൻ ഏറി വന്ന മുഖ്യമന്ത്രി, അതിനപ്പുറത്തേക്ക് VD സതീശൻ്റെ വളർച്ച ഉണ്ടാക്കുകയുമില്ല. അപ്പോൾ പിന്നെ ആ നേതാവിനെ താങ്ങി നിന്നിട്ട് ഒരു കാര്യമില്ലല്ലോ. അതുകൊണ്ട് VD സതീശൻ പുകഞ്ഞ കൊള്ളിയായി അങ്ങനെ നിൽക്കട്ടെ. വെറും 6 MLA-മാർ കോൺഗ്രസിൽ നിന്ന് VD സതീശനെ പിന്തുണയ്ക്കുന്നത്. അത്രയേ ഉള്ളൂ സ്നേഹവും ഇഷ്ടവും കരുതലും ഒക്കെ. VD സതീശൻ ഇനിയെങ്കിലും മനസ്സിലാക്കിക്കൊള്ളാം, ഇതാണ് യഥാർത്ഥ കോൺഗ്രസിൻ്റെ സ്വഭാവം. സതീശന് കുറച്ച് കാലം കൊണ്ട് അറിയാമല്ലോ, സതീശനും കുറേ പയറ്റിയതാണല്ലോ. ഉമ്മൻചാണ്ടിയെ താഴെ ഇറക്കാൻ വേണ്ടി പഠിച്ച പണി 18 പയറ്റിയവരാണല്ലോ കോൺഗ്രസ്സുകാർ. അപ്പോൾ ഇതൊക്കെ സ്വാഭാവികമാണ് എന്ന് ഈ കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്നോ അങ്ങനെയൊക്കെ പറയുന്ന പഴഞ്ചൊല്ലൊക്കെ ഇല്ലേ, അതൊക്കെ സതീശനൊന്ന് ഓർത്ത് വെക്കുക, നല്ലതായിരിക്കും. അപ്പോൾ ഈ ഇമാതിരി പ്രതീക്ഷകൾക്ക് വേണ്ടിയിട്ടാണ് ഈ പറയുന്ന ഈ KC വേണുഗോപാലിനെ പിന്തുണച്ചുകൊണ്ട് ഈ MLA-മാരടക്കമുള്ളവർ നിൽക്കുന്നത്. എന്നാൽ നാടൊട്ടുക്ക് VD സതീശന് വേണ്ടി പോസ്റ്റർ ഒട്ടിക്കൽ, ചിലരാണെങ്കിൽ പെട്ടിയോട്ടോയിൽ കയറിയുന്നുണ്ട് പെട്രോൾ ഒഴിച്ച് ഇപ്പം കത്തിക്കും എന്ന് പറഞ്ഞിട്ട് ലൈറ്ററും കൊണ്ട് നിൽക്ക്. അതോടൊപ്പം തന്നെ ഇതാ ഇടുക്കിയിൽ അവിടെ VD സതീശന് വേണ്ടി മുദ്രാവാക്യം വിളിച്ചതിന് കുറേ പേരെ പറഞ്ഞു വിട്ടു, നടപടിയെടുത്തിരിക്കുന്നു. അപ്പം VD സതീശനെ പിന്തുണയ്ക്കുന്നവർക്ക് നടപടി കൃത്യമായി വന്നു തുടങ്ങിയിട്ടുണ്ട് എന്ന് സാരം. അപ്പോൾ ഇനി ഇത് പേടിപ്പിക്കലാണ്. എന്ന് വെച്ചാൽ സതീശനെ പിന്തുണച്ചോ നിങ്ങൾക്ക് പിന്നെ പാർട്ടിയിൽ ഇടമുണ്ടാകില്ല എന്ന് പറയുന്ന ഒരു വലിയ സന്ദേശം കൊടുക്കൽ കൂടിയാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിലെന്തായിരുന്നാലും സണ്ണി വക്കീൽ അറിയാതൊന്നും നടക്കൂലല്ലോ.
ഡി സി സിക്കാർ ചുമ്മാ തീരുമാനം എടുക്കത്തില്ല. അപ്പോൾ സണ്ണി വക്കീലിനും അറിയാം, KC വേണുഗോപാലിനും അറിയാം. ഇതൊക്കെ നടക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ഈ പണിയെല്ലാം ഒപ്പിക്കുന്നത്. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും ഈ പറയുന്ന പോലെ പിന്നെ KC വേണുഗോപാലിനെ പിന്തുണച്ചുകൊണ്ട് വരുംകാല ഇന്ത്യയിൽ വലിയ വലിയ നേട്ടങ്ങൾ, വലിയ വലിയ ഇതെല്ലാം എന്താ പറയുക ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി. അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ ഒരു ഏകദേശ പിന്നെ അതായത് എന്തുകൊണ്ട് VD സതീശനെ പോലെ ഒരു നേതാവിനെ ഇവരെല്ലാം കൂടി പിന്താങ്ങുന്നു എന്നുള്ളതിൻ്റെ ഒരു രത്ന ചുരുക്കം. കാശ് കിട്ടും ഒന്ന്, പിന്നെ വരും കാലത്ത് തന്നെയല്ല ഇവർ ഇപ്പോഴും ഈ കോൺഗ്രസ്സുകാർ എപ്പോഴും ഒരു മൂഢസ്വർഗത്തിലാണ്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാളെ ഞങ്ങൾക്ക് ഈ രാജ്യം ഭരിക്കുമെന്ന് പറയുന്ന ഒരു വലിയ പൊട്ടക്കണറ്റിലെ തവള എന്ന് പറയില്ലേ, കൂപമണ്ടൂകം എന്ന് പറയുന്ന പോലെ. അപ്പം ഇവരെ ഇപ്പോഴും കരുതി വെച്ചിരിക്കുന്നത് എന്താ, ഞങ്ങൾക്ക് നാളെ ഇന്ത്യയുടെ ഭരണം കിട്ടും, നാളെ ഇന്ത്യയുടെ ഭരണം കിട്ടും. ഇത് നാഴികയ്ക്ക് 40 വട്ടം രാഹുൽ ഗാന്ധി എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഉറങ്ങുന്നതിന് മുൻപായി ഒരു 3 തവണയെങ്കിലും മിനിമം ഞങ്ങൾക്ക് നാളെ ഇന്ത്യയുടെ ഭരണം കിട്ടും എന്ന് പറഞ്ഞിട്ട് ഉറങ്ങണമെന്ന്. ചിലപ്പോൾ ഇങ്ങനെ പറയുന്നത് കൊണ്ടെങ്കിലും പിന്നെ ഒരുപക്ഷെ ഭരണം കിട്ടിയാലോ എന്നുള്ള ഒരു പ്രതീക്ഷ സത്യത്തിൽ ഇവർക്കുണ്ട്. അതായത് നമ്മുടെ രാഹുൽ ഗാന്ധിക്കുണ്ട്. അപ്പോൾ ഇവരോടെല്ലാം പറഞ്ഞു നിങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നാളെ ഇന്ത്യ ഭരിക്കുന്ന ഒരു കാലം വന്നാൽ ഈ പിന്നെ മരുന്ന് തേച്ചുകൊണ്ട് നടക്കുന്ന KC അനുകൂലികൾക്കൊക്കെ ചിലപ്പോൾ കേന്ദ്രമന്ത്രിമാരായിട്ട് ചിലപ്പോൾ സ്ഥാനക്കയറ്റം കിട്ടിയാലോ എന്ന് വിചാരിക്കുന്നുണ്ട്. ചിലർക്കൊക്കെ കേന്ദ്രവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പിന്നെ എന്താ പറയുക AICCയിലോ മറ്റോ എന്തെങ്കിലും ഈ പറയുന്ന പോലെ സംഘടനാ ജനറൽ സെക്രട്ടറിയോ എന്ന് പറയുന്ന എന്തെങ്കിലും ചെറിയ ചുമതലകൾ കൊടുത്താലോ എന്നും പലരും ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ചില പ്രതീക്ഷകൾ കാര്യം പിന്നെ എന്തായാലും KC വേണുഗോപാൽ VD സതീശനേക്കാൾ ഒരുപാട് മുകളിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി KCയെ പിന്താങ്ങി നിന്നേ ഇനി മുന്നോട്ട് പോകാൻ കഴിയൂ, അല്ലെങ്കിൽ ചിലപ്പോൾ ഹൈക്കമാൻഡിൻ്റെ നടപടി ഉണ്ടായാൽ തങ്ങൾക്കും പണി കിട്ടുമല്ലോ എന്നോർത്തിട്ട് വേണമെങ്കിൽ തൽക്കാലം പിൻവലിഞ്ഞു പോകാനുള്ള സാധ്യത ഒന്നും ഇല്ല എന്നുകൊണ്ട് ആലോചിക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.